വാസുദേവായ ശ്രീ ഗുരുഭ്യോ നമഃ. ഗുരുവായൂരപ്പ ശരണം. അതായത് ബ്രഹ്മസ്കന്ധത്തിലെ അധ്യായം 3 സാരാംശമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അതായത് അപ്പോൾ സൂതൻ പറഞ്ഞു, ഇത് സൂതൻ എല്ലാം പറഞ്ഞു കൊടുത്തു. അതേപോലെ സൂതൻ ഇപ്പൊ പറയാണ്, ആദ്യം ഭഗവാൻ തൻ്റെ പരംപുരുഷ അവതാരം കൈകൊണ്ട് ലോകസൃഷ്ടിക്ക് വേണ്ടി മഹത് മുതലായ മൂലപ്രകൃതിയുടെ 16 തത്വങ്ങളെ സംഭൂതമാക്കി യോഗനിദ്രയിൽ മുഴുകി. ക്ഷീരസാഗരത്തിൽ ശയിക്കുന്ന ആ നാരായണന്റെ നാഭിയിൽ നിന്നും നദി പോലെ ഉയർന്ന താമരയിൽ വിശ്വസൃഷ്ടാക്കളുടെ എല്ലാം ബ്രഹ്മാവ് ജനിച്ചു. ആരുടെ ശരീരത്തിലാണോ വ്യത്യസ്തങ്ങളായ ഈ പ്രപഞ്ചം മുഴുവനും കുടികൊള്ളുന്നത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത്. ഊർജവും സത്വവും വിശുദ്ധവുമായ അത് ആ ഭഗവാന്റെ വിരാട് പുരുഷ രൂപമാണ്. ആയിരക്കണക്കിന് പാദങ്ങളും തുടകളും കൈകളും കാലുകളും മുഖങ്ങളും അനേകായിരം ശിരസുകളും ചെവികളും കണ്ണുകളും മൂക്കുകളും കൂടി വനമാലകളും പട്ടു പീതാംബരങ്ങളും കുണ്ടലങ്ങളും അത്ഭുതവും അനന്തവുമായ രൂപത്തെ ഭക്തന്മാർ കണ്ണുകൾ കൊണ്ട് കാണുന്നു. യാതൊരു ഈശ്വരന്റെ അംശങ്ങൾ കൊണ്ടാണോ ആ ഈശ്വരന്റെ അംശങ്ങളാണ് നമ്മുടെ ദേവന്മാരും മനുഷ്യരും മൃഗജാതികൾ തുടങ്ങിയ മറ്റ് ജീവജാലങ്ങളും ജനിക്കുന്നത്. ആ ഭഗവാനാണ് ഇക്കണ്ട സകല അവതാരങ്ങൾക്കും നിദാനവും അനശ്വരമായ ബീജവും. സൃഷ്ടിയിൽ ബ്രഹ്മാവിന്റെ പുത്രന്മാരായ സനകാദി കുമാരന്മാരാണ് അഖണ്ഡിതവും അതീവ ദുഷ്കരമായ ബ്രഹ്മചര്യം അനുഷ്ഠിച്ച ആദ്യ ദേവന്മാർ. രണ്ടാമനാകട്ടെ രസാതലത്തിൽ താണുപോയ ഭൂമിയുടെ ക്ഷേമാർത്ഥം ഭൂമിക്ക് അവിടെ നിന്നും ഉയർത്താൻ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഈശ്വരൻ സുഗരവേഷമെടുത്ത് അവതാരം ചെയ്തു. മൂന്നാമത് ഋഷികളുടെ പ്രമുഖനായ ദേവഋഷി നാരദന നിഷ്കാമ കർമ്മപ്രേരണയുടെ വയ്ക്കുന്ന ഭക്തി പ്രാമുഖ്യം ഉള്ള വേദഭാഗങ്ങളുടെ വ്യാഖ്യാനങ്ങളെ സംഹിതമാക്കി. നാലാമതായി ധർമ്മരാജൻ തന്റെ പത്നിയിൽ ആ ഭഗവാൻ നാരായണനായി അവതാരം ചെയ്തു. ഇന്ദ്രിയ സംയമനാർത്ഥം അത്യന്തം തപസ് അനുഷ്ഠിച്ചു. സിദ്ധേശ്വരനും കപിലമുനിയുടെ നാമത്തിൽ അഭിനയിച്ചുകൊണ്ട് ആ ഭഗവാൻ കാലപ്പഴക്കത്താൽ നഷ്ടം വന്നു പോയ സാഖ്യതത്വങ്ങളുടെ വ്യാഖ്യാനം ആസുരി എന്ന ബ്രാഹ്മണനാൽ ഉപദേശിച്ചു. ആറാമത് പരമപുരുഷൻ അനസൂയയിൽ അത്രിമുനിയുടെ മകനായി ദത്താത്രേയൻ എന്ന പേരിൽ അവർക്ക് പ്രാർത്ഥനാലബ്ധമായി അവതരിച്ചുകൊണ്ട് അലർക്കൻ, പ്രഹ്ലാദൻ മുതലായവർക്ക് ആത്മതത്വത്തെ പറഞ്ഞു കൊടുത്തു. ഏഴാമത് ആ ജഗദീശ്വരൻ ആഹൂതിയുടെ ജലരത്തിൽ പ്രജാപതി രുചിക്ക് യജ്ഞൻ എന്ന മകനായി അവതരിച്ച് യമൻ മുതലായ ദേവഗണങ്ങളോടൊപ്പം സ്വയംഭൂ മനുവിന്റെ കാലാന്തരത്തിൽ ഭരണം കൈക്കൊണ്ടു. എട്ടാമത്തെ ആ സർവശക്തൻ മേരുദേവിയിൽ നാഭിയുടെ മകനായ ഋഷഭദേവനായി അവതരിച്ചുകൊണ്ട് ഉത്തമ പുരുഷന്മാർക്ക് സർവാത്രങ്ങളും അംഗീകരിക്കുന്ന മുക്തിയുടെ വഴി കാട്ടിക്കൊടുത്തു. ഋഷികളുടെ പ്രാർത്ഥന കേട്ട ഭഗവാൻ രാജവേഷം കൊണ്ട് പൃഥു എന്ന നാമത്തിൽ അവതരിച്ചു. ഇക്കണ്ട ഭൂമിയുടെ ഔഷധികളെയെല്ലാം കറന്നെടുത്ത് ഭൂമിയുടെ കൂടുതൽ സമ്പുഷ്ടമാക്കി. വെള്ളത്തിൽ മുങ്ങിയപ്പോൾ വിവസ്വത മനുവിനെ തോണിയെ കയറ്റി രക്ഷിച്ചുകൊണ്ട് അവതാരം കൊണ്ടു. 11ാമതായി കൂർമ്മരൂപത്തിൽ അവതരിച്ച് ദേവന്മാർക്കും അസുരന്മാർക്കും പാലായി കളയാൻ വേണ്ടി മന്ദാര പർവ്വതം തന്റെ മുതുകിൽ ധരിച്ചു കൊണ്ട് അനുഗ്രഹിച്ചു. ധന്വന്തരി മൂർത്തിയായി
12ാമത്തെ അവതാരം ധന്വന്തരി മൂർത്തിയാണ്. മോഹിനി രൂപം കൊണ്ട് ദേവന്മാർക്ക് അമൃതപാനം ചെയ്യിച്ചു 13ാമത്തെ അവതാരം. 14 നരസിംഹമൂർത്തിയായി ഹിരണ്യകശിപുവിനെ നഖങ്ങൾ കൊണ്ട് കീറി മുറിച്ചു. 15ാമത്തത് വടു ബ്രാഹ്മണനായി വാമനരൂപം കൈകൊണ്ട് ലോകത്രയങ്ങളെ തിരിച്ചു പിടിക്കാൻ രാജേന 3 അടി മണ്ണ് യാചിച്ച് ബലിയെ അനുഗ്രഹിച്ചരുളി. 16 അവതാരത്തിൽ പരശുരാമനായി അവതരിച്ചു. ബ്രാഹ്മണദ്രോഹികളായ നൃപന്മാരെ കുപിതനായി 21 പ്രാവശ്യം യുദ്ധം ചെയ്തു. 17ാമത്തത് സത്യവതി പരാശര മഹർഷിയിൽ വ്യാസ ഭഗവാനായി അവതരിച്ച് വേദത്തെ പലതായി ഭാവിച്ചു. 18ാമത്തെ അവതാരം ശ്രീരാമനായി അവതരിച്ചു, സമുദ്രത്തെ അധീനമാക്കി. 19ാമത്തെ അവതാരത്തിൽ വിഷ്ണു വംശത്തിൽ ബലരാമനും ശ്രീകൃഷ്ണനെയും അവതാരം തീർത്തു. പിന്നെ കലികാലം തുടരുമ്പോൾ ബുധൻ ഗയാദേശത്തെ അവതരിച്ചു. ഈശ്വരവിശ്വാസികളെ ദ്രോഹിക്കാനായി കലിയുഗത്തിലിരിക്കുന്ന സത്യയുഗത്തിന്റെയും സംഗമവേളയിൽ വിഷ്ണുവിന്റെ പുത്രനായ കൽക്കി വേഷത്തിൽ അവതാരം സ്വീകരിച്ചു. ഇതാണ് ഈ അധ്യായത്തിന്റെ സാരാംശം. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ. ഒരു തെറ്റ് കൊണ്ടിരുന്നു.